ഹായ് മകളെ, എൻ്റെ പേര് ഷാഹിദ് റംസാൻ. സൈലത്തിലെ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റി ആണ്. നിങ്ങൾ പല ആളുകളും ക്ലാസ്സുകൾ കണ്ടവരുണ്ട്. ഒരു പക്ഷേ ക്ലാസ്സുകൾ ഒരിക്കൽ പോലും കാണാത്ത മക്കളും ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനും കാണുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് പോകാനിരിക്കുകയാണ്. പല ആൾക്കാർക്കും പലതരത്തിലുള്ള ആശങ്കകളുണ്ട്. ടെൻഷനും പ്രഷറൊന്നും വരാനുള്ള സമയമായിട്ടില്ല. 10ാം ക്ലാസ് എത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് ഉള്ള ഒരു പ്രഷറുണ്ട്, സ്കൂളത്തെ ടീച്ചേഴ്സിന് എടുത്തുള്ള പ്രഷറുണ്ട്, കൂട്ടുകാരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന പ്രഷറുണ്ട്. നീ 10ാം ക്ലാസ് ആണില്ലേ എന്ന ചോദ്യങ്ങൾ വരാനുള്ള ഒരു സമയമാണ്. സോ പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം 10 സബ്ജക്റ്റുകളാണ് SSLCയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നിങ്ങൾ 9ാം ക്ലാസ്സിൽ അത്ര പ്രയോറിറ്റി കൊടുക്കാത്തൊരു സബ്ജക്റ്റാണ് IT, ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു കോർ സബ്ജക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. സോ അതിലും A+കളൊക്കെ നേടുക എന്നത് നമ്മുടെ ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒട്ടുമിക്ക കുട്ടികൾക്കും ഭയപ്പെടുത്തുന്ന ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് മാത്തമാറ്റിക്സിനെ പറ്റി പറയാനാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ SSLCയിലേക്ക് എത്താൻ പോകുന്ന ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറയുക. കാരണം ത്രൂ ഔട്ടായിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒരാളായിക്കൊണ്ട്, നിങ്ങളുടെ ഒരു സുഹൃത്തായിക്കൊണ്ട്, നിങ്ങളുടെ ഒരു കമ്പനിക്കാരും ആയിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലൂടെ ഞങ്ങൾ സൈലം SSLC എന്ന ഈ യൂട്യൂബ് ചാനൽ ഇനി റൺ ചെയ്യാൻ പോവുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 13 ചാപ്റ്റേഴ്സാണ്. കഴിഞ്ഞ വർഷം വരെ, അതായത് നിങ്ങൾ ഇതിന് മുമ്പത്തെ വർഷം വരെ, ടെക്സ്റ്റ് ബുക്ക് മാറുന്നത് തൊട്ട് മുമ്പ് വരെ എന്ന് വേണമെങ്കിൽ പറയാം, 11 ചാപ്റ്റേഴ്സ് ആയിരുന്നു. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് മാറിയതിനു ശേഷം 13 ചാപ്റ്റേഴ്സ് ആയിട്ടുണ്ട്. ടഫാണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നമ്മുടെ എക്സാം പാറ്റേൺ ഒക്കെ എൻ്റർലി ഡിഫറൻ്റ് ആയതുകൊണ്ട് അത്യാവശ്യം ടഫായിട്ട് തന്നെയാണ് ചോദ്യങ്ങളെല്ലാം വരുന്നത്. 9ാം ക്ലാസ്സിലെ കുട്ടികളോട് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാൻ പോയ സമയത്തും അതോ പിന്നെ റിവ്യൂ എടുക്കാൻ പോയ സമയത്തൊക്കെ അവർ പറഞ്ഞൊരു കാര്യം, ആദ്യം മുതലേ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം മുതലേ കുറച്ച് പഠിക്കുകയാണെങ്കിൽ അത് അത്രയധികം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും, യാതൊരു സംശയമില്ല. അതിനെപ്പറ്റി നമുക്ക് വീണ്ടും പറയാം. അപ്പോൾ 13 ചാപ്റ്ററുകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ട് വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് പല ആളുകളും പറയാറുണ്ട്. ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ചൊക്കെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ത്രൂ ഔട്ടായിട്ട് ഒരു വർഷം കഴിയുമ്പോഴേക്കും ഒരു 5 or 10 തവണ നിങ്ങൾ ആ ചാപ്റ്റർ റിവൈസ് ചെയ്യും എന്നത് മാത്രമല്ല, ഓരോ പരീക്ഷയ്ക്കും ആ ചാപ്റ്ററിന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാം. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്ററാണ്. കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ വരാനുണ്ട്. ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. കോണുകൾ കണ്ടുപിടിക്കാനുള്ള രീതിയിൽ നല്ല രസകരമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ നേരെ ബാക്കിയായിട്ട് വരുന്ന ഒരാളാണ്. അതായത് പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ചാപ്റ്റർ ഇപ്പോൾ ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന സമയത്ത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. സോ മൂന്നാമത്തെ ചാപ്റ്ററിന് വലിയ കുഴപ്പമൊന്നുമില്ല. നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന എന്നാൽ ടഫായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്ററാണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്നത്. അങ്ങനെ കുറേ രസകരമായുള്ള ചാപ്റ്റർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ഡിഗ്രി അഥവാ 2ാം ഡിഗ്രി. ഒട്ടുമിക്ക കുട്ടികൾക്കും മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനോട് ഇഷ്ടം പോയ കാലഘട്ടം എന്ന് പറയുന്നത് Xഉം Y ഒക്കെ വന്ന സമയമായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾ ഏത് മൊമെൻറ്റ് മുതലാണ് നിങ്ങളുടെ മാത്സിനോടുള്ള ഇഷ്ടം പോയത്? XYയിലാണോ, അല്ലെങ്കിൽ റൂട്ട് എന്ന് പറഞ്ഞ നമ്പർ വന്ന സമയത്ത് മുതലാണോ, ഇനി അല്ലെങ്കിൽ പൈ പോലത്തെ കാര്യങ്ങൾ വന്ന സമയത്ത് മുതലാണോ, ഇനി അല്ലെങ്കിൽ ടീച്ചേഴ്സ് എടുക്കുന്ന രീതികളുടെ മാറ്റങ്ങൾ വന്നതുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്സ് ടഫായ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. 100% ഞാൻ ഉറപ്പ് പറയാം, സൈലത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിലൂടെ നിങ്ങൾ വളർന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 100% ആദ്യം മുതലേ നിങ്ങൾ ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റായിട്ട് മാത്തമാറ്റിക്സ് മാറും. അത് ഗ്യാരണ്ടിയാണ്. നിങ്ങളെ ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെടുത്തുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ഇഷ്ടപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി അറിയാതെ പഠിക്കുകയും ചെയ്യും. അപ്പോൾ മാത്സ് ടഫാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി മാത്സ് ടഫാണ്, സംശയമൊന്നുമില്ല. ട്രിഗണോമെട്രി പോലത്തെ ചാപ്റ്ററുകൾ, അതായത് ത്രികോണമിതി, നിങ്ങൾക്കറിയാം പണ്ടൊക്കെ നമ്മൾ ട്രോളുകളിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ എന്താണെന്ന് അറിയില്ല, പക്ഷേ തീറ്റ എന്ന് പറഞ്ഞത് മാത്രം അറിയാമെന്ന് പറഞ്ഞ ട്രോളുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ സൈനും കോസും ടാനൊക്കെ നിങ്ങൾ പഠിക്കുന്നത് ഈ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായുള്ള ട്രിഗണോമെട്രിയിൽ നിന്നാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ കുറച്ച് രസകരമായുള്ള സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ ഇതുവരെ കാണാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ജോമെട്രി ആൻഡ് ആൾജിബ്ര നല്ല രസമുള്ള ഒരു ചാപ്റ്ററാണ്. അങ്ങനെ കുറേ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ വീഡിയോ നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെച്ചോളൂ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു പക്ഷേ ഒരു വർഷം കഴിയാൻ നേരത്ത് ലാസ്റ്റ് നിങ്ങളുടെ ലൈവിൽ വന്ന് വീണ്ടും ഞങ്ങൾ പറയും
മക്കളെ നമ്മൾ ആദ്യമായിട്ട് നിങ്ങൾക്കൊരു വീഡിയോ പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഓർമ്മയുണ്ടാവണം ഈ വീഡിയോ. മക്കളെ നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് ഒരു പക്ഷേ 0 വരുന്നത്, അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടായിരിക്കും വരുന്നത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും 10ാം ക്ലാസ് നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ പഠിക്കേണ്ടതുണ്ട്, ബേസിക് ക്ലാസ്സുകൾ അടക്കം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സോ എല്ലാവരെയും ഞാൻ സൈലം അസ്ത്ര ബാച്ചിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ വരുന്ന 5-ാം തീയതി നമ്മുടെ എജു ഫസ്റ്റ് ഓഫർ അവസാനിക്കുകയാണ്. സോ 5-ാം തീയതിക്ക് മുമ്പ് ജോയിൻ ചെയ്ത കുട്ടിയൊക്കെ വളരെ പൈസ കുറഞ്ഞ രീതിയിൽ നമുക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ വീണ്ടും ആ പഴയ ഫീസിലേക്ക് തന്നെ വരും. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സംശയത്തിലുള്ള മക്കളൊക്കെ തന്നെ ഈ 5-ാം തീയതിക്ക് മുമ്പായിട്ട് ജോയിൻ ചെയ്തോ. 2-ാം തീയതി നമ്മുടെ ബാച്ച് ഓറിയൻറ്റേഷൻ ആണ്. കൂടാതെ തന്നെ 3-ാം തീയതി എനിക്ക് തോന്നുന്നു ഓഫാന്ന് തോന്നുന്നു. 4-ാം തീയതി നമ്മുടെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ബേസിക് ക്ലാസ്സുകൾ ആദ്യത്തെ ഒരു 10 ദിവസം 3 ക്ലാസ്സുകൾ വെച്ചിട്ട് ഒരു മണിക്കൂർ 1.25 മണിക്കൂർ മാക്സിമം വരുന്ന രീതിയിൽ 3 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത്. എല്ലാ സബ്ജക്റ്റിലെയും പ്രധാനപ്പെട്ട 10ാം ക്ലാസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് ക്ലാസ്സുകളാണ് റൺ ചെയ്യുന്നത്. സോ ഇത് മിസ് ചെയ്യേണ്ട, കാരണം ബേസിക് ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പല കാര്യങ്ങളിലും മാത്സ് ടഫാനുള്ള റീസണും ബേസിക് അറിയാത്തതാണ്. സോ ബേസിക് തൊട്ട് തന്നെ പഠിക്കാം. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകളുണ്ട് 10ാം ക്ലാസ്സിലെ മാത്സ്, ഇനി 10ാം ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വിഷ് ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ബൈ.